മക്കത്തുൽ മുക്കറമയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന നാട്. നുബുവത്ത് പ്രഖ്യാപിക്കപ്പെട്ട ശേഷം മക്കയിലെ ആളുകൾ നബിയെ ഏറെ പ്രയാസപ്പെടുത്തിയല്ലോ. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ ഓർഡർ, മക്ക വിട്ട് മദീനയിലേക്ക് താൽക്കാലികമായി പോകാം. അലി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ ഉറക്കി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിടുന്ന രംഗം. വഴിയിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി സൗർ എന്ന പർവ്വതത്തിന്റെ ഗുഹയിൽ 3 ദിവസം നബി തങ്ങൾ ഒളിച്ചിരിക്കേണ്ട രംഗം. ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് വലിയ പാഠമാണ്. 3 ദിവസത്തെ താമസത്തിന് ശേഷം നബി തങ്ങൾ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങുക. എവിടേക്ക് പോകാൻ? മദീനയിലേക്ക് പോകാൻ. പക്ഷെ നബി തങ്ങൾ ഗുഹയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്നത് മക്കത്തേക്ക് തന്നെ, മക്കയിലേക്ക് തന്നെ നടക്കുന്നത്. കാരണം നബിയുടെ മനസ്സ് ജന്മനാട്ടിലാണ്, നബിയുടെ മനസ്സ് കഅബയുള്ള നാട്ടിലാണ്. നബിയുടെ ഹൃദയം മുഴുവനും ആ രാജ്യത്തെ, ആ പ്രദേശത്തെ, ജന്മസ്ഥലത്തെ അത്ര മഹബത്താണ്. ഗുഹയിൽ നിന്നിറങ്ങി മക്കയിലേക്ക് നടക്കുന്ന റസൂലുള്ളാഹിയെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ തങ്ങൾ ഇങ്ങോട്ട് തന്നെയാണോ പോണത്? ഇങ്ങോട്ടല്ലല്ലോ, അങ്ങോട്ടല്ലേ പോകേണ്ടത്. നബി തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നടന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് നടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ. കാരണം തന്റെ ജന്മനാടായ മക്കയോടുള്ള മഹബത്ത് വീണ്ടും ഇങ്ങോട്ട് തന്നെ. റസൂലുള്ളാഹിയെ വീണ്ടും അങ്ങോട്ട്. നബി നമുക്ക് മദീനത്തേക്കല്ലേ പോകേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമതും. കാരണം ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ ജന്മനാട് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ്, അങ്ങനെ എല്ലാ അമ്പിയാക്കളും പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മക്ക, കഅബ ശരീഫ് നിൽക്കുന്ന മക്ക, മലായിക്കത്തായ മലായിക്കത്തുകൾ മുഴുവനും വന്ന മക്ക. യാ റബ്ബ്, ആ മക്കയോടുള്ള മഹബത്ത്. മൂന്നാമതും നബി തങ്ങൾ മക്കയിലെ ഇങ്ങോട്ടേക്കുള്ള വഴിക്ക് തന്നെയാണ് നടക്കുന്നത്. റസൂലുള്ളാഹിയുടെ ഹൃദയത്തിലുള്ള മഹബത്ത് കണ്ടപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു അല്ലാഹു തആല. റസൂലുള്ളാഹിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ മക്കയോടുള്ള തങ്ങളുടെ അതിരറ്റ മഹബത്ത് അല്ലാഹു അറിയുന്നു. ലറാദ്ദൂക ഇലാ മആദ്, നബിയെ തങ്ങൾ മഹബത്ത് വെച്ച സ്ഥലത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാൻ അള്ളാഹു നിങ്ങൾക്ക് അവസരം തരും. ഇപ്പോൾ നമുക്ക് മദീനയിലേക്ക് പോകാം. ആ ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ശേഷമാണ് നബിയുടെ നടത്തം പിന്നെ മദീനയിലേക്കാകുന്നത്. ഹൃദയത്തിൽ മഹബത്ത് എന്ന സംഗതി ശരീരത്തിലും മജ്ജയിലും മാംസത്തിലും ആത്മാവിലും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് മഹബത്ത് എന്നത്. ആ മഹബത്ത് അത് ഈമാനിന്റെ രുചിയാണ്. ഓരോ സാധനത്തിനും ഒരു രുചിയുണ്ട്. ഈമാൻ എന്നതിന്റെ രുചിയാണ് ഏത്? മഹബത്ത്.